നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പെട്ടെന്ന് മുഖം കുറച്ച് പിന്നിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നതിനിടെ വായ മൂടുന്നു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിന് കാരണം നമ്മുടെ സംസാരത്തിൽ നിന്നുള്ള വായിലെ ബാഡ് സ്മെൽ ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം വായിൽ നിന്ന് വരുന്ന ബാഡ് സ്മെൽ നമുക്ക് തന്നെ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. കാരണം നമ്മുടെ മൂക്ക് ആ ഗന്ധത്തിനോട് പതുക്കെ പരിചയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു പ്രശ്നം നമ്മൾ അറിയാതെ പോകാം. പലരും ഇതിനൊരു ചെറിയ പ്രശ്നമായി കാണുന്നു. പല്ല് നന്നായി തേക്കാത്തതുകൊണ്ടായിരിക്കാം, വെള്ളം കുറച്ച് കുടിച്ചതുകൊണ്ടായിരിക്കാം, ഒരു മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ മാറും. പക്ഷേ എല്ലാ വായനാറ്റത്തിൻ്റെയും കാരണം ഇതൊന്നുമല്ല. ചിലപ്പോൾ കാരണം വായ്ക്കുള്ളിലാണ്, ചിലപ്പോൾ നാവിലാണ്, ചിലപ്പോൾ പല്ലിൻ്റെ ചുറ്റുപാടിലാണ്, ചിലപ്പോൾ വായ വരണ്ടതിലാണ്, ചിലപ്പോൾ മൂക്ക്, തൊണ്ട, സൈനസ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം. വളരെ റെയറായി ചില ശരീര സംബന്ധമായ രോഗങ്ങളും വായിലെ വ്യത്യസ്തമായ ബാഡ് സ്മെല്ലിന് കാരണമാകാം. അപ്പോൾ വായനാറ്റത്തിൻ്റെ യഥാർത്ഥ കാരണം എങ്ങനെ കണ്ടെത്താം? ഏത് കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത്? മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ പ്രശ്നം ശരിക്കും മാറോ? നാവ് വൃത്തിയാക്കുന്നത് എത്ര പ്രധാനമാണ്? ദിവസവും ബ്രഷ് ചെയ്തിട്ടും വായനാറ്റം പോകാത്തത് എന്തുകൊണ്ട്? ഇതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. അതിനാൽ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. കാരണം അവസാനം ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യം നിങ്ങളുടെ വായനാറ്റത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ചേക്കാം. ആദ്യമായി നമുക്ക് മനസ്സിലാക്കാം, ഹാലിറ്റോസിസ് എന്നാൽ എന്താണ്. സാധാരണയായി വായിൽ നിന്നുണ്ടാവുന്ന അസുഖകരമായ ദുർഗന്ധത്തെയാണ് ഹാലിറ്റോസിസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ചില സാഹചര്യങ്ങളിൽ താൽക്കാലികമായി വായിൽ സ്മെല്ലുണ്ടാകാം. ഉദാഹരണത്തിന് രാവിലെ ഉറക്കമുണർന്നുടൻ, അല്ലെങ്കിൽ ശക്തമായ മണമുള്ള ഭക്ഷണം കഴിച്ച ശേഷം, വെള്ളം കുറച്ച് കുടിച്ചാൽ പോലും വായിൽ സ്മെല്ലുണ്ടാകാം. ഇതെപ്പോഴും രോഗത്തിൻ്റെ ലക്ഷണമല്ല. പക്ഷേ ദുർഗന്ധം തുടർച്ചയായി ഉണ്ടാവുകയും ദിവസേനയുള്ള ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം അന്വേഷിക്കണം. രാവിലെ ഉറക്കമുണർന്നുടൻ വായിൽ സ്മെല്ല് അനുഭവപ്പെടുന്നത് വളരെ സാധാരണമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ ഉറങ്ങുമ്പം സലൈവ അഥവാ ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. സലൈവ നമ്മുടെ വായ വൃത്തിയായി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും ബാക്ടീരിയ നിയന്ത്രിക്കാനും സലൈവ സഹായിക്കുന്നു. ഉറക്കത്തിൽ സലൈവ കുറയുമ്പം വായ കൂടുതൽ വരണ്ടതായി മാറാം. ഇതോടെ വായിലുള്ള ബാക്ടീരിയ പ്രവർത്തിക്കാൻ കൂടുതൽ അവസരം ലഭിക്കുന്നു. സോ രാവിലെ വായിലൊരു പ്രത്യേക ഗന്ധം ഉണ്ടാകാം. വെള്ളം കുടിക്കുകയും ബ്രഷ് ചെയ്യുകയും നാവ് വൃത്തിയാക്കുകയും ചെയ്ത ശേഷം അത് മാറുന്നുണ്ടെങ്കിൽ സാധാരണയായി വലിയ ടെൻഷൻ വേണ്ട. പക്ഷേ ദിവസം മുഴുവൻ ദുർഗന്ധം തുടരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാരണം അന്വേഷിക്കണം. വായനാറ്റത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വായ്ക്കുള്ളിലെ ബാക്ടീരിയ. നമ്മുടെ വായിൽ സ്വാഭാവികമായി ധാരാളം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. വായിൽ ബാക്ടീരിയ ഉണ്ടെന്നത് തന്നെ രോഗമാണോ? അല്ല, ബാക്ടീരിയ എല്ലാവരുടെ വായിലും ഉണ്ട്. പ്രശ്നം ഉണ്ടാവുന്നത് അവ വളരാൻ അനുകൂലമായ സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, പല്ലിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുക, പല്ലിൽക്കിടയിൽ ഭക്ഷണം കുടുങ്ങുക, നാവ് വൃത്തിയാകാതിരിക്കുക, ഗം ഡിസീസ് ഉണ്ടാകുക, വായ വരണ്ടിരിക്കുക, ഇവയെല്ലാം ബാക്ടീരിയയുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ദിവസവും 2 തവണ പല്ല് തേക്കും. പക്ഷെ നാവ് വൃത്തിയാക്കുന്നുണ്ടോ? പലരും നാവിനെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുന്നു. നാവിൻ്റെ പ്രത്യേകിച്ച് പിന്നിലെ ഭാഗത്ത് ബാക്ടീരിയ, ഡെഡ് സെൽസ്, മ്യൂക്കസ്, ഫുഡ് ഡെബ്രിസ് എന്നിവയൊക്കെ അടിഞ്ഞുകൂടാം. ഇതൊരു വെളുത്തതോ മഞ്ഞ നിറത്തിലോ ആയ കോട്ടിംഗ് പോലെ കാണാം. നാവ് വളരെ ശക്തമായി ഉരക്കേണ്ടതില്ല. ജെന്റിലായി ടങ് ക്ലീനർ ഉപയോഗിക്കുകയോ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ ചെയ്യാം. വേദനയോ ബ്ലീഡിങ്ങോ ഉണ്ടാവുന്ന രീതിയിൽ ശക്തമായി സ്ക്രേപ്പ് ചെയ്യുന്നത് ഒഴിവാക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഗം ഡിസീസ് അഥവാ മോണരോഗം. ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടോ? പല്ല് തേക്കുമ്പോൾ ബ്ലഡ് കാണാറുണ്ടോ? മോണ വീർക്കുന്നുണ്ടോ? ചുവന്നിട്ടുണ്ടോ? ഇവയ്ക്കൊപ്പം വായനാറ്റം ഉണ്ടെങ്കിൽ മോണരോഗം പരിശോധിക്കണം. അതുകൊണ്ട് വായനാറ്റത്തെ ഒരു കോസ്മെറ്റിക് പ്രോബ്ലമായി മാത്രം കാണരുത്. പ്രത്യേകിച്ച് ഗം ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഒരു ഡെന്റൽ ചെക്കപ്പ് ആവശ്യമാണ്. പല്ലിൽ ക്യാവിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പം വായനാറ്റത്തിന് കാരണമാകാം. പ്രത്യേകിച്ച് ക്യാവിറ്റി അഥവാ കേട് വലുതായിരിക്കുമ്പോൾ ഭക്ഷണം അതിനുള്ളിൽ കുടുങ്ങും. അത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ബാക്ടീരിയ പ്രവർത്തിക്കുകയും സ്മെല്ലുണ്ടാക്കുകയും ചെയ്യും. പല്ലിൽ കുഴി, ഭക്ഷണം കുടുങ്ങൽ, വേദന, സെൻസിറ്റിവിറ്റി എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഡെന്റൽ എക്സാമിനേഷൻ ചെയ്യുന്നത് പ്രധാനമാണ്. വിസ്ഡം ടൂത്ത് ചിലപ്പം ഭക്ഷണം കുടുങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. പല്ലിന് ചുറ്റുമുള്ള മോണയുടെ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് ബാഡ് ടേസ്റ്റ് അല്ലെങ്കിൽ ബാഡ് സ്മെൽ അനുഭവപ്പെടാം. അതുകൊണ്ട് വിസ്ഡം ടൂത്ത് ഉള്ള ഭാഗത്ത് ആവർത്തിച്ച് സ്വെല്ലിംഗ്, പെയിൻ, ഫുഡ് ട്രാപ്പിംഗ്, ബാഡ് സ്മെൽ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണണം. ഇനി മറ്റൊരു പ്രധാന കാരണമാണ് ഡ്രൈ മൗത്ത്. വായ വരണ്ടു പോകുമ്പം ഉമിനീര് കുറയുന്നു. അങ്ങനെ ബാക്ടീരിയ വർദ്ധിക്കാനും ദുർഗന്ധം ഉണ്ടാവാനും സാധ്യത കൂടാം. വെള്ളം കുറച്ച് കുടിക്കുന്നവർക്ക് മാത്രമല്ല ഡ്രൈ മൗത്ത് ഉണ്ടാവുന്നത്. ചില മരുന്നുകൾ, ചില മെഡിക്കൽ കണ്ടീഷൻസ്, വായ തുറന്നുറങ്ങുന്ന ശീലം, ആങ്സൈറ്റി, ഡീഹൈഡ്രേഷൻ തുടങ്ങിയ പല കാരണങ്ങളുമായി ഡ്രൈ മൗത്ത് ബന്ധപ്പെട്ടിരിക്കാം. സോ സ്ഥിരമായി വായ വരണ്ടതായി തോന്നുന്നുണ്ടെങ്കിൽ കാരണം കണ്ടെത്തണം.
മൂക്കിലൂടെ ശ്വസിക്കുന്നതിന് പകരം പലപ്പോഴും വായിലൂടെ ശ്വസിക്കുന്ന ശീലമുള്ളവരിലും വായ വരണ്ടു പോകാം. പ്രത്യേകിച്ച് ഉറങ്ങുമ്പോൾ മൗത്ത് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ രാവിലെ വായ വളരെ വരണ്ടതായി തോന്നാം. മൗത്ത് ബ്രീത്തിങ്ങിന്റെ പിന്നിൽ നേസൽ ബ്ലോക്കേജ്, അലർജി, സൈനസ് പ്രോബ്ലംസ് തുടങ്ങിയ കാരണങ്ങൾ ഉണ്ടാകാം. സോ സ്ഥിരമായി മൂക്ക് അടഞ്ഞിരിക്കുകയും വായിലൂടെ ശ്വസിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി ടെസ്റ്റ് ചെയ്യണം. നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളും പാനീയങ്ങളും വായിലെ സ്മെല്ലിനെ താൽക്കാലികമായി മാറ്റാം. ഗാർലിക്, ഒനിയൻ തുടങ്ങിയ ഭക്ഷണങ്ങൾ അതിന് എക്സാമ്പിളാണ്. കോഫി കുടിച്ചാലും ചിലരിൽ വായ വരണ്ടതായി തോന്നാം. അതുപോലെ ടൊബാക്കോ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരിലും വായിൽ സ്മെല്ലുണ്ടാകാം. പക്ഷെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വരുന്ന താൽക്കാലിക ഗന്ധവും തുടർച്ചയായ ഹാലിറ്റോസിസും ഒരുപോലെയല്ല. അതുകൊണ്ട് കാരണം തിരിച്ചറിയുകയാണ് പ്രധാനപ്പെട്ടത്. സ്മോക്കിംഗ്, ടൊബാക്കോ പ്രോഡക്ട്സ് എന്നിവയൊക്കെ വായിലെ ഗന്ധത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഇവ ഓറൽ ഹെൽത്തിനെയും ഗംസിനെയും ബാധിക്കും. ടൊബാക്കോ ഉപയോഗിക്കുന്നവർക്ക് മോണരോഗം ഉൾപ്പെടെയുള്ള പല വായിലെ പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാണ്. സോ പുകവലി നിർത്തുന്നത് വായനാറ്റം കുറക്കുന്നതിന് മാത്രമല്ല, മൊത്തത്തിലുള്ള ഓറൽ ഹെൽത്തിനും വളരെ പ്രധാനമാണ്. ഇനി പലർക്കും അറിയാത്തൊരു കാര്യം ടോൺസിൽ സ്റ്റോൺസ്. ടോൺസിൽസിന്റെ ചെറിയ കുഴികളിൽ ഫുഡ് ഡെബ്രീസ്, ബാക്ടീരിയ, ഡെഡ് സെൽസ് എന്നിവയൊക്കെ അടിഞ്ഞുകൂടി ചില കട്ടകൾ രൂപപ്പെടാം. ഇവയെ ടോൺസിൽ സ്റ്റോൺസ് എന്ന് വിളിക്കുന്നു. ചിലരിൽ ഇത് ശക്തമായ ദുർഗന്ധത്തിന് കാരണമാകാം. ആവർത്തിച്ചുണ്ടാവുന്നുണ്ടെങ്കിൽ ENT ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. വായനാറ്റം എല്ലായ്പ്പോഴും വായിൽ നിന്നായിരിക്കണമെന്നില്ല. മൂക്കും സൈനസും സംബന്ധിച്ച ചില പ്രശ്നങ്ങൾക്കും വായിൽ മോശം ഗന്ധം അനുഭവപ്പെടാൻ കാരണമാകാം. ഫോർ എക്സാമ്പിൾ പോസ്റ്റ്നേസൽ ഡ്രിപ്പ്. മൂക്കിൽ നിന്നുള്ള മ്യൂക്കസ് തൊണ്ടയുടെ പിന്നിലേക്ക് ഒഴുകുമ്പോൾ അത് തൊണ്ടയിൽ അടിഞ്ഞുകൂടുന്നതായി തോന്നാം. നേസൽ ബ്ലോക്കേജ്, ക്രോണിക് സൈനസ് പ്രോബ്ലംസ്, അലർജി തുടങ്ങിയവയും ചിലരിൽ ഇതുമായി ബന്ധപ്പെട്ടേക്കാം. അതുകൊണ്ട് ബാഡ് സ്മെല്ലിനൊപ്പം സ്ഥിരമായ മൂക്കടപ്പ്, തൊണ്ടയിലേക്ക് മ്യൂക്കസ് ഇറങ്ങുന്ന അനുഭവം, ഫേഷ്യൽ പ്രഷർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ENT ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം, വയറിൽ ആസിഡ് അല്ലെങ്കിൽ സ്റ്റൊമക് കണ്ടൻസ് മുകളിലേക്ക് വരുമ്പോൾ ചിലരിൽ വായിൽ സോ ടേസ്റ്റ്, അൺപ്ലസന്റ് ടേസ്റ്റ് തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകാം. റിഫ്ലക്സിനും ഹാലിറ്റോസിസിനും ബന്ധം ഉണ്ടാകാമെന്ന് ചില സാഹചര്യങ്ങളിൽ കാണാം. പക്ഷെ വായനാറ്റം ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് എനിക്ക് ഗ്യാസ്ട്രിക് ആണ് കാരണമെന്ന് തീരുമാനിക്കരുത്. കാരണം ഹാലിറ്റോസിസിന്റെ പ്രധാന കാരണങ്ങൾ പലപ്പോഴും വായിൽ തന്നെയാണ്. സോ ആദ്യം വായും പല്ലും പരിശോധിക്കുന്നത് പ്രധാനമാണ്. വളരെ അപൂർവമായി ചില സിസ്റ്റമിക് മെഡിക്കൽ കണ്ടീഷൻസിനും ശ്വാസത്തിന് വ്യത്യസ്തമായ ഗന്ധം ഉണ്ടാകാം. ഉദാഹരണത്തിന് അൺകൺട്രോൾ ഡയബറ്റീസിൽ കീറ്റോൺസ് കൂടുമ്പോൾ ബ്രത്തിന് ഫ്രൂട്ടി അല്ലെങ്കിൽ അസിറ്റോൺ പോലെയുള്ള ഗന്ധം ഉണ്ടാകാം. വായനാറ്റം ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് ഡയബറ്റീസ് ആണെന്ന് കരുതരുത്. മറ്റ് ലക്ഷണങ്ങളും മെഡിക്കൽ ഹിസ്റ്ററിയും പരിശോധനകൾ നോക്കിയാണ് ഡയഗ്നോസിസ് ചെയ്യേണ്ടത്. ദീർഘനേരം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും ചിലരിൽ ബാഡ് സ്മെല്ല് ഉണ്ടാകാം. പ്രത്യേകിച്ച് വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുന്ന ഡയറ്റ്സിൽ ശരീരം ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം കീറ്റോൺസ് ഉണ്ടാകാം. ഇത് ബ്രത്തിന് വ്യത്യസ്തമായ ഗന്ധം നൽകാം. സോ ഡയറ്റ് മാറ്റിയതിന് ശേഷം വായനാറ്റം തുടങ്ങിയാൽ അതും ശ്രദ്ധിക്കാം. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം, വായനാറ്റം തോന്നിയാൽ ഉടനെ മൗത്ത് വാഷ് വാങ്ങുന്നു. മൗത്ത് വാഷ് ചില സാഹചര്യങ്ങളിൽ ബ്രത്തോടെ താൽക്കാലികമായി കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ അത് കാരണം ചികിത്സിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. അതുകൊണ്ട് മൗത്ത് വാഷ് മാത്രം ഉപയോഗിച്ച് പ്രശ്നം മറച്ചു വെക്കുന്നത് ശരിയായ പരിഹാരമല്ല. അപ്പോൾ വായനാറ്റം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നാമത്, ദിവസത്തിൽ 2 തവണ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് നന്നായി തേക്കുക. രണ്ടാമത്, പല്ലുകൾക്കിടയിലെ ഭാഗം ക്ലീൻ ചെയ്യുക. ഫ്ലോസ് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ബ്രഷ് ആവശ്യമായേക്കാം. മൂന്നാമത്, നാവ് ജെന്റിലായി വൃത്തിയാക്കുക. നാലാമത്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അഞ്ചാമത്, ടൊബാക്കോ പ്രൊഡക്ട്സ് ഒഴിവാക്കുക. ആറാമത്, വായനാറ്റം സ്ഥിരമാണെങ്കിൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. ഇവയാണ് അടിസ്ഥാന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വായനാറ്റം ഒരു ഗന്ധത്തിന്റെ പ്രശ്നം മാത്രമല്ല, അത് ചിലപ്പോൾ നമ്മുടെ ഓറൽ ഹെൽത്തിനെ കുറിച്ചൊരു സൂചന ആയേക്കാം. ടങ് കോട്ടിംഗ് ആകാം, പ്ലാക്ക് ആകാം, ഗം ഡിസീസ് ആകാം, ക്യാവിറ്റി ആകാം, ഡ്രൈ മൗത്ത് ആകാം, മൗത്ത് ബ്രീത്തിങ് ആകാം, ടോൺസിൽ പ്രശ്നമാകാം, ENT റിലേറ്റഡ് പ്രോബ്ലംസ് ആകാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ മറ്റൊരു മെഡിക്കൽ കണ്ടീഷന്റെ സൂചനയായേക്കാം. അതുകൊണ്ട് മൗത്ത് ഫ്രഷ്നർ ഉപയോഗിച്ച് ഗന്ധം മറയ്ക്കുന്നതിന് പകരം കാരണം കണ്ടെത്തുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.